രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ഫിലോഡെൻഡ്രോൺ മെച്ചേർഡ് ചെടികളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇതിനകത്ത് ഒരു മരാന്ത കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആകെ 5 ചെടികളാണ്. നിങ്ങൾക്ക് അറിയാലോ, ഇൻഡോർ ചെടികളിൽ നല്ല വിലയുള്ളതും വൈവിധ്യമുള്ളതുമായ ചെടികളാണ് ഫിലോഡെൻഡ്രോൺ. നമ്മുടെ വീടിനകത്തും സിറ്റ് ഔട്ടിലും ബെഡ്റൂമിലെല്ലാം ഈ ചെടികൾ കൊണ്ട് അലങ്കരിക്കാൻ സാധിക്കും. വീടിനകത്ത് ശുദ്ധവായു ലഭിക്കാൻ, പ്രത്യേകിച്ച് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റ്സാണ് ഫിലോഡെൻഡ്രോൺ. നമുക്ക് ഇൻഡോറായിട്ട് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ തിരക്ക് പിടിച്ച ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഒരു പോസിറ്റീവ് തിങ്സ് തരാൻ വേണ്ടി നമുക്ക് ഈ ഇൻഡോർ പ്ലാന്റ്സ് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ 5 ചെടികളുടെ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഓരോ ചെടികളെ പരിചയപ്പെടുത്തി തരാം. അതിനു മുമ്പ് ഈ 5 ചെടികൾ ഇപ്പോൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ വെറും 1800 രൂപ മാത്രം മതി കേട്ടോ. സെലക്ഷൻ അവൈലബിൾ ആണ്. ഓരോന്നിനായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഫിലോഡെൻഡ്രോൺ റെഡ് ഹാർട്ട് എന്ന് പറയുന്ന ചെടി. കുറച്ച് വലിയതായിട്ടുള്ള ചെടിയാണ്. ഇത് നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ ജിഫി പ്ലാന്റിന് തന്നെ 180 രൂപയ്ക്കാണ് ഞാൻ തന്നെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇച്ചിരി വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടായി, വെയിൽ കടുത്തപ്പോൾ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ചെടികൾ ഇച്ചിരി റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആട്ടോ, കണ്ടാലറിയാലോ. നമ്മൾ ഈ പോട്ട് റിമൂവ് ചെയ്തിട്ട് ചകിരിച്ചോറ് കവർ ചെയ്തിട്ടാണ് ചെടികൾ അയച്ചു തരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ചെടികളും അതേപോലെ തന്നെയാണ് കേട്ടോ. ഫിലോഡെൻഡ്രോൺ ചെടികൾ പൊതുവെ വെയിലിൽ വയ്ക്കാൻ പറ്റില്ല. എന്നാൽ നല്ല പ്രകാശമുള്ള സ്ഥലത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവയ്ക്ക് ഒരുപാട് നന വേണ്ട. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് നന്നായിട്ട് ഡ്രൈ ആവുന്ന സമയത്ത് കുറേശ്ശെ വെള്ളം നനച്ച് കൊടുത്താൽ മതി. അതുപോലെ നല്ല വളം ഉള്ള മണ്ണ്, നീർവാർച്ചയുള്ള മണ്ണാണ് നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. ഇതാണ് ഫിലോഡെൻഡ്രോൺ ആറ്റം പ്ലാന്റ്. അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആറ്റം പ്ലാന്റ് ആട്ടോ. ഇത് വളരെ കുറഞ്ഞ നനവ് മതി. നല്ലപോലെ പൊട്ടി മിക്സ് ഡ്രൈ ആകുമ്പോഴാണ് നമ്മളത് നനച്ചു കൊടുക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ഒരു സാധാരണ ചൂട് 18-24 ഡിഗ്രി വരെ ചൂടിൽ ഇവ നന്നായിട്ട് വളരും. അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫിലോഡെൻഡ്രോണിൻ്റെ പിങ്ക് പ്രിൻസസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കുറച്ച് വെയിലത്ത് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഇച്ചിരി നിറം മങ്ങിയിരിക്കുന്നുണ്ട്. അത് നന്നായിട്ട് തുടച്ചാൽ നന്നാവും. പിന്നെ ഈ ഫിലോഡെൻഡ്രോൺ പിങ്ക് പ്രിൻസസ് നമുക്ക് വള്ളിയായിട്ട് പടർത്താം, അല്ലെങ്കിൽ നമുക്കിതിനെ ഒരു ബുഷിയായിട്ടും നിർത്താൻ പറ്റും. തല നുള്ളി കൊടുത്ത് വളർച്ച ഒരു കൃത്യമായിട്ട് വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഒരു ബുഷിയായിട്ടും വളർത്താൻ പറ്റും. ഈ ഫിലോഡെൻഡ്രോണിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നതിൽ അവസാനത്തെ ചെടിയാണ് മെലനോനി ഗോൾഡ്, അല്ലെങ്കിൽ ഗോൾഡൻ മെലനോനി എന്നൊക്കെ പറയുന്ന ചെടി. ഇതിന് വലിയ സ്വർണ്ണവർണ്ണത്തിലുള്ള മഞ്ഞ ഇലകളുള്ള ഒരു പ്രത്യേക സുന്ദരിയായ ചെടിയാട്ടോ ഇത് പീക്കോക്ക് മരാന്ത അല്ലെങ്കിൽ കലാത്തിയ മെക്കിയോന എന്ന ഒക്കെ പേരിൽ അറിയപ്പെടുന്നു. വീട്ടിലധികം പരിചരണമൊന്നും വേണ്ട കേട്ടോ. കുറച്ച് വെള്ളവും അതുപോലെ ചെറിയ ഒരു വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് വളരും. ഈ ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വിഷവസ്തുക്കളെ ശുദ്ധീകരിച്ച് വായു ശുദ്ധമാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്, കഴിവുള്ള ഒരു ചെടിയാണ്. അങ്ങനെ ഈ 5 ചെടികളാണ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 ചെടികൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ 1800 രൂപയാണ് ഇതിന് വിലയായിട്ട് വരുന്നുള്ളൂ. സെലക്ഷൻ അവൈലബിൾ ആണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ.